ക്രിസ്തുവിൽ പ്രിയരെ, ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള യേശു കടലിനെ ശാന്തമാക്കുന്ന അത്ഭുതമാണ്. കടൽ ദൈവവിരുദ്ധമായ പൈശാചിക ശക്തികളുടെ ആവാസ കേന്ദ്രമാണെന്ന സെമിറ്റിക് കാഴ്ചപ്പാടിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ സംഭവത്തെ നാം വിലയിരുത്താൻ. അപ്പോൾ പ്രകൃതി ശക്തികളുടെ മേലുള്ള യേശുവിൻ്റെ അധികാരം വ്യക്തമാക്കുന്ന ഒരത്ഭുതമെന്നതുപോലെ തിന്മയുടെ മേൽ അധികാരമുള്ള ദൈവിക ശക്തിയുടെ പ്രകടനമായി കൂടെ ഈ സംഭവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുവിൻ്റെ സർവാധികാരം വ്യക്തമാക്കുകയാണ് സുവിശേഷകൻ്റെ ലക്ഷ്യം. ഗലീലി കടലിൽ ഇപ്രകാരമുള്ള ശക്തമായ കൊടുങ്കാറ്റ് രാത്രിയുടെ ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഗലീലി തടാകത്തിൽ ശക്തമായ കാറ്റുണ്ടാകാൻ കാരണം അത് സമുദ്രതലത്തിൽ നിന്ന് 680 അടി താഴെയാണ്. അതിനാൽ അവിടെ പലപ്പോഴും ചൂടുള്ള അന്തരീക്ഷമാണ്. പ്രത്യേകിച്ച് പകൽ ചൂടിൽ കടലിലെ വായു ഉയർന്നു പൊങ്ങുമ്പോൾ സൂര്യാസ്തമനത്തോടെ തണുത്തു തുടങ്ങിയ പടിഞ്ഞാറുള്ള പർവ്വതങ്ങളിൽ നിന്ന് കാറ്റ് ശക്തിയായി തടാകത്തിലേക്ക് അടിക്കും. അത് സുവിശേഷത്തിലെ സംഭവം പോലെ അപകടകരമായ അവസ്ഥ ഉണ്ടാക്കാറുണ്ട്. ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി, യേശു ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഈ സംഭവത്തിൽ കാണാൻ കഴിയുക. വഞ്ചിയുടെ അമരത്ത് യേശു തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നുവെന്നത് യേശുവിൻ്റെ മാനുഷിക ഭാവത്തിൻ്റെ സൂചനയാണ്. ക്ഷീണിച്ച് ഉറങ്ങുന്ന യേശു പകൽ മുഴുവൻ ജനാവലിയോട് സംസാരിച്ചും രോഗസൗഖ്യം നൽകിയും കടന്നുപോയ യേശു ക്ഷീണിതനായിരുന്നു. പ്രക്ഷുബ്ധമായ കടലിലെ വഞ്ചിയിൽ ഗാഢ ഉറക്കത്തിലാണ്ട യേശുവിൻ്റെ ദൈവാശ്രയവും ഇവിടെ വ്യക്തമാണ്. സങ്കീർത്തനം 3:5 പറഞ്ഞിരിക്കുന്നു, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുക വഴി തൻ്റെ ദൈവീകത ഇവിടെ വ്യക്തമാക്കുന്നു. രണ്ടാമതായി, വിശ്വാസം അപകട സാഹചര്യങ്ങളിൽ മനോധൈര്യവും പ്രശ്നപരിഹാര മാർഗവും കാണിച്ചു തരുന്നു. പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ യേശുവിൻ്റെ ശക്തിയിൽ ശരണപ്പെടാതിരിക്കുന്ന ശിഷ്യരുടെ അവിശ്വാസത്തിൽ യേശു ദുഃഖിക്കുന്നു. യേശു ചോദിക്കുന്നു, നിങ്ങൾ ഭയപ്പെട്ടതെന്ത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? വിശ്വാസമെന്നത് ബുദ്ധിപരമായ അവബോധത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലെന്നും അത് വലിയ പ്രതിസന്ധിയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണെന്നും ഇവിടെ വ്യക്തമാക്കുന്നു. പ്രക്ഷുബ്ധമായ ജീവിതക്കടലിൽ ഭയപ്പെടാതിരിക്കണമെങ്കിൽ യേശുവിന് അമാനുഷിക ശക്തിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയുവാൻ കഴിയണം. മൂന്നാമതായി, പിശാചിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്. പ്രകൃതിക്ഷോഭങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണെന്നുള്ള സാമാന്യ ജനത്തിൻ്റെ അന്ധവിശ്വാസപരമായ ചിന്തയ്ക്ക് യേശു ഇവിടെ ഉത്തരം നൽകുന്നു. പിശാചിൻ്റെ എല്ലാ തരമുള്ള പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് യേശു വ്യക്തമാക്കുന്നു. പിശാചിനെ ശാസിക്കുന്ന രീതിയിൽ തന്നെ യേശു കാറ്റിനെ ശാസിക്കുന്നു. ഇവിടെയും ശാസിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എപ്പിത്തിമാവോ എന്ന വാക്കാണ്. കാറ്റും കടലും യേശുവിൻ്റെ കൽപ്പനയനുസരിച്ച് ഉടനെ ശാന്തമാകുന്നു. കാരണം കടലിൻ്റെ മേൽ അധികാരമുള്ളത് ദൈവത്തിന് മാത്രമാണ്. സങ്കീർത്തനം 89:9 അങ്ങ് ഇളകിമറിയുന്ന കടലിനെ ഭരിക്കുന്നു, തിരമാലകൾ ഉയരുമ്പോൾ അങ്ങ് അവയെ ശാന്തമാക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നാലാമതായി, യേശുവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാനാണ് പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. യേശുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന പലരുടെയും ജീവിതത്തിൽ പോലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഹനങ്ങളും ഉണ്ടാകാറുണ്ട്. അവയെല്ലാം ക്രിസ്തുവിൽ കൂടുതൽ ആശ്രയിക്കാൻ, വിശ്വസിക്കാൻ സഹായകമായി മാറണം. ശിഷ്യർ കൊടുങ്കാറ്റിനെ ഭയപ്പെട്ടു ഉറങ്ങിക്കിടന്ന യേശുവിനെ വിളിച്ചുണർത്തി. യേശു ഇടപെട്ടു, കടൽ ശാന്തമായി. പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും സഹനങ്ങളിലും നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന യേശുവിനെ ഉണർത്താനാകണം. കർത്താവ് സംരക്ഷണം നൽകും. ജീവിതത്തിലെ പ്രക്ഷുബ്ധതയെ ശാന്തമാക്കാൻ ദൈവത്തിന് കഴിയും. അഞ്ചാമതായി, യേശു ആരാണെന്ന് ഈ അത്ഭുതം വ്യക്തമാക്കുന്നു. കൊടുങ്കാറ്റിനെ കണ്ടപ്പോഴുണ്ടായ ഭയത്തെക്കാൾ വലിയ ഭയമാണ് ആ കൊടുങ്കാറ്റിനെ
ഞൊടിയിടയിൽ പൂർണ്ണമായി ശമിപ്പിച്ച യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ശിഷ്യർക്കുണ്ടാകുന്നത്. മഹത്വപൂർണമായ ദൈവസാന്നിധ്യത്തിൽ മനുഷ്യനുണ്ടാകുന്ന വികാരമാണിത്. അവർ ചോദിച്ചു, ഇവൻ ആരാണ്? കാറ്റും കടലും ഇവൻ അനുസരിക്കുന്നല്ലോ. ഈ ചോദ്യം യേശു വെറും മനുഷ്യനല്ല, യേശുവിൻ്റെ ദൈവികതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഇത് മനസ്സിലാക്കാൻ പുറപ്പാട് 14:21 പറഞ്ഞിരിക്കുന്നു, മോശ കടലിന് മീതെ കൈനീട്ടി കർത്താവ് രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റയച്ച് കടലിനെ പുറകോട്ട് മാറ്റി. തുടർന്ന് പുറപ്പാട് 14:27 പറഞ്ഞിരിക്കുന്നു, പ്രഭാതമായപ്പോൾ കടൽ പൂർവ്വസ്ഥിതിയിലായി. കാറ്റിനോടും കടലിനോടും കൽപ്പിക്കാൻ കഴിവുള്ളവൻ ദൈവം മാത്രമാണ്. യേശു ദൈവമാണെന്ന വ്യക്തമായ സൂചന ഈ അത്ഭുതത്തിലൂടെ ശിഷ്യർക്ക് ലഭിക്കുന്നു. കഠിന ദുഃഖങ്ങൾ, രോഗങ്ങൾ, സഹനങ്ങൾ, പാപപ്രലോഭനങ്ങൾ തുടങ്ങിയവ അനുദിന ജീവിതത്തിലെ കൊടുങ്കാറ്റുകളായി കാണാൻ കഴിയും. ഇവയുടെ മേൽ യേശുവിന് അധികാരമുണ്ട്. കഷ്ടതയുടെ ഘട്ടത്തിൽ ഭയപ്പെടാതെ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ യേശുവിൻ്റെ ശക്തമായ ഇടപെടൽ അത്ഭുതമായി, സഹനശേഷിയായി, ആത്മധൈര്യമായി അനുഭവിക്കുവാൻ കഴിയും. ജീവിതത്തോണിയുടെ അമരത്ത് യേശു ഉണ്ടെന്ന ബോധ്യത്തോടെ യേശുവിൽ വിശ്വസിച്ച് ജീവിത പ്രതിസന്ധികളിൽ മുന്നേറുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.